പല്ലിശ്ശേരിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ്. ശ്രീ പല്ലിശ്ശേരി, എന്താണ് യഥാർത്ഥത്തിൽ സിനിമയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ? സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴുള്ളതല്ല. ഇത് ആദ്യത്തെ സിനിമ മുതല്, മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമ മുതൽ തുടങ്ങിയിട്ടുള്ളതാണത്. പക്ഷെ എനിക്കുള്ള സംശയം എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകള് പ്രതിഫലം കുറയ്ക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്രയാണ് പ്രതിഫലം? ഞാൻ ഈ പലപ്പോഴും ചോദിക്കുന്നത് എത്രയാണ് പ്രതിഫലം? കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ്? കൂട്ടി ചോദിച്ച പ്രതിഫലം എത്ര? ഇതറിഞ്ഞാലേ നമുക്ക് കൂടുതലാണോ കുറവാണെന്നോ പറയാൻ പറ്റുള്ളൂ. അത് നിർമ്മാതാക്കൾ അത് ഹൈഡ് ചെയ്യരുത്. നിർമ്മാതാക്കൾ പറയണം, ഞാൻ ഇത്ര രൂപയാണ്, ഇത്ര കോടിയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയണം. അത് പറഞ്ഞിട്ടില്ല. അത് പറയാത്ത കാലം വരെ ഇവരെങ്ങനെ കൂടുതൽ മേടിക്കുന്നോ കുറവ് മേടിക്കുന്നോ? ഞാനൊരു ഔട്ട്സൈഡറാണ്. ഞാൻ സിനിമ എടുക്കുന്ന ആളല്ല. ഞാൻ സിനിമയെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണത്. ആ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മമ്മൂട്ടി മേടിക്കുന്ന എത്ര കോടിയാണ്, മോഹൻലാൽ മേടിക്കുന്ന എത്ര കോടിയാണ്, മറ്റേ പൃഥ്വിരാജ് മേടിക്കുന്ന എത്ര കോടിയാണ്, ടൊവിനോ മേടിക്കുന്ന എത്ര കോടിയാണ്, ജയറാം മേടിക്കുന്ന എത്ര കോടിയാണ്, അതല്ല മഞ്ജു വാര്യർ മേടിക്കുന്ന എത്ര കോടിയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്ക് അറിയില്ല ഇത്രയൊക്കെ മേടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതേ സ്ഥാനത്ത് മറ്റു ഭാഷകളിൽ ഇതിനേക്കാൾ കൂടുതൽ വാങ്ങുന്നുണ്ട്. അതിന്റെ പരാതികൾ ഉണ്ടെങ്കിൽ പറയേണ്ടത് അന്യഭാഷക്കാരാണ് ആയിരിക്കണം. തമിഴായാലും തെലുങ്ക് ആയാലും കന്നഡ ആയാലും ഹിന്ദി ആയാലും അത് അവര് പറയണം എത്ര കോടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് മേടിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ വിജയ്, കമൽഹാസന്, രജനീകാന്ത് അടക്കമുള്ളവർ കോടികൾ വാങ്ങുന്നുണ്ടെന്ന് ആലോചിക്കണം. അത് അവിടുത്തെ ബിസിനസ് ആണെന്ന് ഏരിയ വ്യത്യാസം ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ സുരേഷ് കുമാറിന്റെ സംഘടനയായാലും ആന്റണിയുടെ സംഘടനയായാലും അമ്മയായാലും മറ്റേത് സംഘടനയായാലും പറയേണ്ടത് ഇത്ര രൂപയാണ്. നിർമ്മാതാക്കളല്ലേ കാശ് ചെലവാക്കുന്നത്. അവര് പറയണം ഇത്ര കോടിയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇത്ര കൊടുക്കുമ്പോൾ അത് ബ്ലാക്ക് ഇത്ര വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, വൈറ്റ് ഇത്ര വേണമെന്ന് പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ. അത് പറയാതെ നമ്മൾ ബാക്കി എന്ത് പറയാൻ പറ്റത്തുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ രണ്ടുപേരും ഒരേപോലെ തന്നെ കുറ്റക്കാരാണ് എന്ന് വെച്ചാൽ രണ്ടുപേരും അന്യോന്യം പഴിചാരുന്നതിൽ അർത്ഥമില്ല. അല്ല, സുരേഷ് കുമാർ പറഞ്ഞത് സുരേഷ് കുമാറിന്റെ സ്വന്തം അഭിപ്രായമല്ല. സുരേഷ് കുമാർ മറ്റു പല സംഘടനകളിലും തീരുമാനിച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞു. അത് സുരേഷ് കുമാർ ചുമതലപ്പെടുത്തിയിട്ട് പറയുന്നതാ. അപ്പൊ എന്നെ ആയാലും താങ്കളെ ആയാലും ചുമതലപ്പെടുത്തിയാല് കാര്യങ്ങളെല്ലാം കൂടെ പറയേണ്ടി വരില്ലേ? അപ്പൊ ആ രീതിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരെ സംബന്ധിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് സജീവമായി ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ പ്രശ്നം അറിയാത്ത ഞങ്ങളെ പോലുള്ളവർക്കാ, നമ്മളെ പോലുള്ളവർക്കെന്ന് പറഞ്ഞാൽ കാരണം എന്താ, ഇവരെത്രയൊക്കെ മേടിക്കുന്ന നമുക്കറിയില്ലത്. പിന്നെ നമുക്ക് എനിക്കൊരു നിർദ്ദേശം വെക്കാനുള്ളത്, ഇവര് മേടിക്കുന്ന എമൗണ്ട് പറഞ്ഞിട്ട് അതൊരു കോംപ്രമൈസ് രീതിയിലാണെങ്കിൽ ഒരു പടം വിജയിക്കുമോ പരാജയപ്പെടുമോ ഒന്നും പറയാൻ പറ്റില്ല. ചില പടങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ, ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് വിചാരിക്കാത്ത കോടികളെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടില്ലേ. അത് ബഡ്ജറ്റ് കുറഞ്ഞ സിനിമ കൂടിയാണ്. അത് ശരിക്കും ലാഭകരമായ സിനിമയാണ്. അങ്ങനെ ലാഭം കിട്ടുമ്പോൾ ഒരു കണ്ടീഷൻ വെക്കാം. അങ്ങനെ ലാഭം കിട്ടുമ്പോൾ ഇവർക്ക് വീതം വെക്കാനുള്ള ഒരു കണ്ടീഷൻ കൂടി ഉണ്ടാക്കണം എന്നായിരിക്കും. അല്ലാണ്ട് നഷ്ടം സഹിച്ചാൽ തിരിച്ചു കൊടുക്കുന്ന തരത്തിലല്ല. അപ്പൊ ഒരു മിനിമൈസ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് വാങ്ങേണ്ടതെന്ന് ആദ്യമേ സംസാരിക്കുക. അതിന് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ചെറിയ ബഡ്ജറ്റാണോ? ചെറിയ ബഡ്ജറ്റിൽ പടം എടുക്കുമ്പോൾ പ്രശ്നമില്ല. വൻ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എഴുതി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, ഈ സിനിമയുടെ ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്, ഈ സിനിമയുടെ സംവിധാനം ആരാണെന്ന് ചോദിക്കുന്നുണ്ട്, ഈ സിനിമയിലെ അഭിനേതാക്കൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്, ഈ സിനിമയ്ക്കുള്ള ചെലവ് ചോദിക്കുന്നുണ്ട്, ഈ സിനിമയുടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു മിനിമൈസ് ഇത്ര കോടി രൂപ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഒരു 10 കോടി എഴുതി കൊടുത്താൽ 12 കോടി പോട്ടെ എന്ന് വിചാരിക്കാം. ബാക്കി കൂടുതൽ വന്നാൽ ആര് സഹിക്കും? ആര് കൊടുക്കും? നിർമ്മാതാക്കൾക്ക് സഹിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു നിർമ്മാതാവ് മാത്രമല്ല, നിരവധി നിർമ്മാതാക്കൾ. ഇവിടെ ഇപ്പോൾ ജി സുരേഷ് കുമാർ പറഞ്ഞതിന് ശേഷം ഈ നിർമ്മാതാക്കളുടെ സംഘടനയെ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം താരസംഘടനയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല, നിർമ്മാതാക്കളുടെ സംഘടന പൊളിക്കാൻ പോയുമ്പോ അമ്മയും പൊളിയുന്നാലോചിക്കണം. കാരണം അമ്മ ഇപ്പൊ പൊളിഞ്ഞു നിൽക്കാന്നാലോചിക്കണം. ആരെന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് നാഥനില്ല കളവിന്ന് മറ്റു പറയാം. ആ അമ്മയ്ക്ക് ഇപ്പൊ നാഥൻ ആരാ ഉള്ളത്? ഒരു രാഷ്ട്രപതി ഭരണം പോലെയാണ് ഇപ്പൊ നടക്കുന്നത്. അവിടെ ഒരു അഡ്വോക് കമ്മിറ്റിയാണിത്. ഈ അഡ്വോക് കമ്മിറ്റിയെ മുഴുവൻ അംഗീകരിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്ര ശക്തമായ അമ്മയ്ക്ക് നാഥനില്ലാത്തത്? ആ നാഥന്മാരെ തെരഞ്ഞെടുക്കേണ്ടതല്ലേ? മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, 3 or 4 പേര് അടങ്ങുന്നതല്ല അമ്മയുടെ സംഘടന. എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് കൂടുതൽ തൊഴിൽ കൊടുക്കാനുള്ള അവസരം നിങ്ങൾ നോക്കണ്ടേ? കുറെ പേര് ഉള്ളവൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, എന്നൊരു സിനിമയ്ക്ക് വേണ്ടി വാദിക്കുക, അവരാണ് സിനിമ കണ്ടുപിടിച്ചതെന്ന് പറയാ. അതൊന്നും ശരിയായ രീതി. അമ്മയ്ക്ക് വേണ്ടി അല്ല ഇപ്പോഴത്തെ ഈ മറുപടി വരുന്നത് അല്ലേ? ഈ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചെയ്യണതാ, ഈ കൂടുതൽ പ്രതിഫലം മേടിക്കുന്നു പറഞ്ഞ ആർട്ടിസ്റ്റുകള് അത് ഇത്ര ശതമാനം അമ്മയ്ക്ക് കൊടുക്കേണ്ടതാണെന്ന് ആലോചിക്കണം. അവർ എത്ര ശതമാനം അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്? ആ കണക്ക് നമുക്കറിയില്ല. കൊടുക്കുന്നുണ്ടായിരിക്കാം.
അപ്പൊ ആ ഇത്ര ശതമാനം ഞങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, അത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവര് കുറെ പേരെ സഹായിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അത് വ്യക്തിപരമായ സഹായങ്ങളാണ്. അവർ ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളത്, അല്ലാണ്ട് ജനങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല, മറ്റുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലാന്ന് ആലോചിക്കണം. അപ്പൊ അതേപോലെ തന്നെയാണ് കണക്കുകൾ കൃത്യമായിട്ട് വെക്കണം. ആ കണക്കുകൾ അവതരിപ്പിക്കുന്ന കാര്യം നിർമ്മാതാക്കൾ പോലും ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായി എന്നുള്ളതാണ് ശരിക്കും. എനിക്കറിയാവുന്ന എത്രയോ പ്രൊഡ്യൂസർമാരുണ്ടെന്ന് ആലോചിക്കണം. കരഞ്ഞ് നിലവിളിച്ച പ്രൊഡ്യൂസർമാരുണ്ടെന്ന് ആലോചിക്കണം. അറിയോ എന്തിന് ഷെഡ്യൂൾ ഒന്ന് മാറുമ്പോൾ തന്നെ റേറ്റ് കൂട്ടി ചോദിച്ച നടന്മാരുണ്ടെന്ന് ആലോചിക്കും. ഇവിടെ ആദ്യം ഒന്ന് പറഞ്ഞു, പിന്നെ വാക്ക് മാറ്റി പറഞ്ഞു. ഈ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ജോയ് മാത്യു ഇവിടെ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം വേണമെങ്കിൽ വിളിച്ചാൽ മതി എന്നാണ്, ഡിമാൻഡ് ഉള്ളവർക്ക് കാശ് കൊടുത്തേ തീരുവെന്ന്. അത് ജോയ് മാത്യു പറയാൻ കാരണം ജോയ് മാത്യു ഒരു പ്രൊഡ്യൂസർ കൂടിയാണത്. അപ്പൊ നടനാണ്, എഴുത്തുകാരാണ്. പക്ഷെ ജോയ് മാത്യു ആദ്യം അഭിനയിച്ചൊരു സിനിമയുണ്ടെന്ന് ആലോചിക്കണം. ഇല്ലേ ഇവിടെ ആദ്യം അഭിനയിച്ചത് ജോയ് മാത്യു ആരുമായിരുന്നില്ല എന്നാലോചിക്കണം. അപ്പൊ അങ്ങനെ പുതിയ ആൾക്കാരെ കണ്ടെത്തുന്നു ഇവിടെ. മമ്മൂട്ടി ഒരു സുപ്രഭാതത്തിൽ വന്നിട്ടല്ല, മമ്മൂട്ടി ഒരു ചെറിയ റോൾ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളത്. മോഹൻലാലും ചെറിയ റോൾ അഭിനയിച്ചിട്ടുള്ളതാണ്, കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത്. ഇവരൊക്കെ ധൈര്യപൂർവ്വം പ്രൊഡ്യൂസേഴ്സ് ഇവിടെ, സംവിധായകർ ഇവിടെ പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ വെച്ചിട്ടൊന്നും കച്ചവടം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ വളർന്ന് കഴിഞ്ഞപ്പോഴാണ് കച്ചവടം വരുന്നത്. കച്ചവടം എത്രയോ സിനിമകൾ പൊട്ടി പാളീസായി പോയിട്ടില്ല ഇവിടെ. മമ്മൂട്ടിയുടെ നിരവധി സിനിമകൾ നല്ല സിനിമകളായിട്ട് പോലും ആ സിനിമകളിൽ നിന്ന് മമ്മൂട്ടിയെ മാറ്റി നിർത്തി അഡ്വാൻസ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല ഇവിടെ. പിന്നെ ഒരു ന്യൂഡൽഹി വേണ്ടി വന്നില്ലേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടായില്ലേ? അതൊരു ജൂബിലി ജോയ് ഇല്ലായിരുന്നെങ്കിൽ എവിടെ ചെന്നെത്തുമായിരുന്നു? അപ്പൊ പ്രൊഡ്യൂസർമാരെ മറന്നുകൊണ്ട് ഒരു നടനും ഒരാളും കളിക്കേണ്ടതില്ല എന്നുള്ള, ഇപ്പൊക്കെ യോഗ്യന്മാരായിരിക്കും. ഞാനെങ്ങനെ യോഗ്യരായി എന്ന് അവർ ചിന്തിക്കുന്നു നന്നായിരിക്കും. എനിക്ക് ഇത്രയും അതിനെ കുറിച്ച് പറയാനുള്ളൂ. ശരി, നന്ദി ശ്രീ പല്ലിശ്ശേരി, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീ